ഒരു ചാമ്പി തൈലം അമ്മ ജോലി ചെയ്യുന്ന വീട്ടില് നമ്മുടെ ഇതിനകത്തുള്ള ഒരു മേഡം കൊണ്ട് കൊടുത്ത് അങ്ങനെ അമ്മ തലവേദനയ്ക്ക് ഉപയോഗിച്ചു. പക്ഷെ ഉപയോഗിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, 2 ദിവസം തേച്ചിട്ട് വേദന ഭയങ്കരമായി കൂടി. അങ്ങനെ അമ്മ തലമാരക്കകത്ത് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കൊല്ലത്തൂന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, അമ്മ ഇതെന്നാ നീ ചോദിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോ അമ്മ പറയൂ ഇത് വേണ്ട, എനിക്ക് തലവേദന ഭയങ്കരമായിട്ട് കൂടുന്നു, അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഉപയോഗിക്ക്, എന്തായാലും 500 രൂപ കൊടുത്ത് വാങ്ങിച്ചല്ലേ, അതുകൊണ്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് പേടി, തലവേദന കൂടിയപ്പോ പേടി. അങ്ങനെ പിന്നെ ഞാൻ വേറെ ഈ ഡെയ്സി മാഡം ഞാൻ അവിടെ ചെന്നപ്പോ ഡെയ്സി മാഡം എന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെ പിന്നെ അമ്മ കണ്ടിന്യൂസ് പെരട്ടി. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, മൈഗ്രീന്റെ പ്രശ്നമേ ഇല്ല. അതുപോലെ ഞാൻ എന്റെ ചേച്ചിക്ക് വെരിക്കോസ് വെയിൻ ആയിരുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതായിരുന്നു, അതിനും കൊടുത്ത് അതിനും നല്ല സൂപ്പർ റിസൾട്ട് കിട്ടി. ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതായിരുന്നു, യൂറിക് ആസിഡും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം വെരിക്കോസ് വെയിൻ അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു, പക്ഷെ അതിന് ഭയങ്കര റിസൾട്ട് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിൽ വന്നതുകൊണ്ടാണ്. ഞങ്ങളിപ്പോ എന്റെ ലൈഫ് ലൈന് ഞാനും എല്ലാം ഗോവ വിൻ ചെയ്തു. അതുപോലെ തന്നെ നെല്ലിയാമ്പതിക്ക് നമ്മളെല്ലാം അടിച്ചു പൊളിച്ചു പോയി. പിന്നെ എന്റെ കൊല്ലത്തും കുറച്ച് ടീമൊക്കെ ആയിട്ട് വരുന്നു, കോട്ടയത്തും ടീമായിട്ട് വരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇതിൽ കൊടുത്ത് ഇപ്പൊ അടുത്ത് കിട്ടിയത് RCC ഒരു പേഷ്യന്റിന്, എന്റെ ലൈഫ് ലൈനിന്റെ അച്ഛന് തന്നെയാ കൊല്ലത്ത്. 84 വയസ്സുണ്ട് അച്ഛന്. അപ്പൊ ഹോസ്പിറ്റലുകാർ ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ ട്യൂബ് ഇട്ട് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് വീട്ടിൽ വിട്ട് തൊണ്ടയിൽ കഫം കെട്ടി ഒരു വെള്ളം പോലും ഇറക്കാൻ പറ്റത്തില്ല. ഒരു അരിയാഹാരം ഒരു മാസം കൊണ്ട് ഒരു വക കഴിക്കുന്നില്ല. നമ്മുടെ 95 സ്പൈറലിന ഗോൾഡ്, കവചപ്രാശം, ഇത്രയും സപ്ലിമെന്റ്സ്, പ്രോട്ടീൻ പൗഡർ ഇത്രയും നല്ലപോലെ വെള്ളത്തിൽ അലിയിച്ച് നല്ലപോലെ ട്യൂബിനകത്തൂടെ കുറേശ്ശെ കൊടുത്തതുകൊണ്ട് ഇപ്പം ജീവനോടെ അച്ഛൻ ഇരിക്കുന്നത്. അത് അവരുടെ ഫാമിലിയിലുള്ള എല്ലാരും പറഞ്ഞു നമ്മുടെ സപ്ലിമെന്റ്സ് കൊണ്ടാണ് അച്ഛൻ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോകേണ്ട സമയം കഴിയുന്നു. അവരുടെ മോളൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഞാൻ അവരുടെ മരുമോളെ ജോയിൻ ചെയ്തപ്പോ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അങ്ങനെയൊക്കെ ചോദിച്ച്. പക്ഷെ അവരൊക്കെ ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റിനെ സത്യം പറഞ്ഞാൽ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അവരുടെ അച്ഛൻ ഒരു ദിവസമെങ്കിലും അധികം ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം. അത് കേൾക്കുമ്പോ സാറേ എനിക്ക് കണ്ണ് നിറയും. ഞാൻ കൊടുത്തിട്ട് ഇത്രയും നല്ല റിസൾട്ട് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, ഞാൻ കൊടുത്തവർക്കെല്ലാം നല്ല റിസൾട്ടാ. അപ്പൊ ജയിച്ച് അവർക്ക് നല്ല ഇതുപോലെ തന്നെ നല്ല റിസൾട്ട്. അച്ഛൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അനിയത്തിക്ക് യൂട്രസിനകത്ത് 9 സെന്റിമീറ്റർ മുഴയായിരുന്നു. അപ്പം മുഴയ്ക്ക് ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തോളെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 35 വയസ്സേ ഉള്ളു. അപ്പൊ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, അല്ലാതെ തന്നെ നമുക്ക് മാറ്റാം, സപ്ലിമെന്റ്സ് കൊണ്ട് മാറ്റാം. അപ്പൊ അവര് പറഞ്ഞു വേണ്ട, മാറ്റണ്ട, വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ നിർബന്ധപ്രകാരം ഞാൻ പറഞ്ഞു കുഞ്ഞെ ഒന്ന് കഴിക്ക്, എന്തായാലും റിസൾട്ട് ഉറപ്പാ, ഞാനാ ഗ്യാരണ്ടി പറയുന്നത് എന്ന് പറഞ്ഞ് എന്റെ ഷൈജു സാർ, ഇന്ദു മേഡം ഒക്കെ വന്ന് സംസാരിച്ച് അങ്ങനെ കുഞ്ഞിക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു. 95 സൈക്ലോവ, വുമൺ കമ്പാനിയൻ, ബ്ലഡ് പ്യൂരിഫയർ, അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് പ്രൊഡക്റ്റ് കൊടുത്തു. 13,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് കഴിച്ചത്. ഫസ്റ്റ് മാസം കഴിക്കാൻ തുടങ്ങി. അത് എന്റെ നിർബന്ധപ്രകാരം, അവർക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി കഴിക്കും അവര്. അങ്ങനെ കഴിച്ച് ഒരു മാസം ഫുള്ള് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും കുഞ്ഞിയുടെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഇത്രയും രൂപയൊക്കെ തൊട്ട് വാങ്ങിക്കുന്നതല്ലേ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടോന്ന് അറിയണ്ടേ, ഒന്ന് റിസൾട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്കിൽ ശരി, അവർക്കും വിശ്വാസം വേണ്ടേ. ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഇവര് നോക്കാൻ പോയപ്പോ 9 സെന്റിമീറ്റർ മുഴ യൂട്രസിനകത്തുണ്ടായിരുന്നത് അത് 4 സെന്റിമീറ്റർ ആയി. സാറേ എന്റെ സാറേ, അത് അവര് വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ദു മേഡത്തിന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവര് പറഞ്ഞത് ഇതും കൊണ്ട് എന്റെ 12,000 രൂപ പോയതല്ലാതെ ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞതായിരുന്നു ഹസ്ബൻഡ്. ഇത് ഫിലിം ഷൂട്ടിങ് അങ്ങനത്തെ അതിന്റെ ആ ഫീൽഡാണ്.
അപ്പൊ പുള്ളി അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നല്ല സപ്ലിമെന്റ്സ്, നല്ല മരുന്നാ മോളെ, നിങ്ങളുടെ നല്ല മരുന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും മരുന്നല്ല കൊച്ച, ഇതെല്ലാം സപ്ലിമെന്റ്സാ. ഞാൻ പറഞ്ഞു, അപ്പൊ പറഞ്ഞു അയ്യോ നീ ഇത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ഓപ്പറേഷൻ ചെയ്തേനെ, കീറി മുറിക്കേണ്ട വന്നേനെ, കീറി മുറിക്കാതെ തന്നെ ഇത് മാറിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞു ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം സാറെ കഴിച്ച് ഇപ്പം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, യൂട്രസിനകത്ത് അങ്ങനെ ഒരു മുഴയേ ഇല്ല എന്ന് പറഞ്ഞ്. എന്നാലും ഞാൻ പറഞ്ഞു 2 മാസം കൂടെ കഴിച്ചോളാൻ പറഞ്ഞു. അവര് വില്ലിങ്ങാ കഴിക്കാനും, കാരണം ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് അങ്ങനെ കഴിക്കുവാണ്. അതുപോലെ തന്നെ കുഞ്ഞയ്ക്ക് നമ്മുടെ ചാമ്പീത്തേനും തേച്ച് നല്ലപോലെ ഒരു മുടി ഒട്ടും ഇല്ല ആൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഈ ചാമ്പീത്തേനും തേച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചാമ്പീത്തേനും തേച്ച് മുടി ഇപ്പം ആയി. അപ്പൊ എല്ലാരോടും ഇപ്പൊ പറയുന്നുണ്ട് എന്റെ യൂട്രസിനകത്ത് മുഴയുടെ ഇങ്ങനെ കാര്യവും മുടിയുടെ കാര്യവും പറയുന്നുണ്ട്. അതും നല്ല റിസൾട്ടാ. അതുപോലെ തന്നെ ശാസ്താംകോട്ടയില് ഇതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ ഒരു കേസായിരുന്നു സാറേ, പൈൽസിന്. പുള്ളിക്ക് അത് എന്റെ ലൈഫ് ലൈനിന്റെ അടുത്ത് ചെന്നാ കൊല്ലത്ത് ചെന്നപ്പോ എന്റെ ഷൈല എന്നാ പേര്, ലൈഫ് ലൈൻ്റെ ഷൈലയിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എലമെന്റ്സില്, അതിനകത്ത് സപ്ലിമെന്റ്സ് ഒക്കെ നല്ലതാ, ഒന്ന് ഉപയോഗിക്ക് എന്ന് പറഞ്ഞ്. പക്ഷെ പുള്ളിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയായതുകൊണ്ട് മാത്രം നമ്മുടെ സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ചാമ്പീത്തൈലം, പൈൽസ് CC ക്രീമും ക്യാപ്സൂളും അത് മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ ക്യാപ്സൂൾ കഴിക്കുമ്പം പുള്ളിക്ക് പണ്ട് തൊട്ട് ആയുർവേദം കഴിക്കുമ്പോൾ തലവെട്ടലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്സൂൾ കഴിച്ചപ്പോഴേ അങ്ങനെ വന്നതുകൊണ്ട് ആ സാറ് പിന്നെ കഴിച്ചില്ല. പക്ഷെ നമ്മുടെ ചാമ്പീത്തൈലും പൈൽസ് CC ക്യാപ്സൂളും ഇത് ക്രീമും മാത്രം തേച്ചുകൊണ്ട് ഓപ്പറേഷൻ പറഞ്ഞിരുന്നത്. അത് കുഴപ്പമില്ല സാറേ. ഇപ്പൊ ഞാനും ഷൈജു സാറും ഇന്ദു മാഡം ഞങ്ങളോട് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇനി അടുത്ത ദിവസം അങ്ങോട്ട് ശാസ്താംകോട്ടയിലോട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അത് ആ കൊടുത്ത വ്യക്തിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ, കാരണം കുറഞ്ഞല്ലോ. ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാതെ സത്യം പറഞ്ഞാൽ ആ ചേട്ടൻ ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല. വെജിറ്റബിൾ ഷോപ്പ് ഉള്ള സ്വന്തമായിട്ട്, പക്ഷെ ഷോപ്പിൽ പോലും ഒന്നും വന്നിരിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പം എന്നെ ഇങ്ങോട്ട്, സജീവ എന്ന പേര്, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ നല്ല മാറ്റം ഉണ്ട് കേട്ടോ, ഇപ്പൊ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാം, അല്ലെ പുകച്ചിലും വേദനയും ഒന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ എന്റെ അമ്മ ചക്ക വെട്ടിയപ്പം പെട്ടെന്ന് ഞങ്ങളുടെ അടുക്കള വശത്ത് ഒരു ജാറുണ്ടായിരുന്നു സാറേ, അതിനകത്തോട്ട് കൊണ്ടിട്ട് അമ്മയുടെ കാലയിലോട്ട് തെന്നി വന്ന് കോടാലി കൊണ്ട് അങ്ങനെ ഒരു 4 സ്റ്റിച്ച് കണ്ട മുറിവായിരുന്നു. പക്ഷെ അമ്മ വേദന വെച്ചിരുന്ന് നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം മാത്രം തേച്ച്, ചാമ്പിത്തൈലും വൂണ്ട് ഹീലിംഗ് ക്രീമും തേച്ച് സ്റ്റിച്ച് ഇടേണ്ട മുറിവായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പം ആ ഉള്ളിൽ ഞരമ്പിനെന്തോ ചെറിയ ഒരു മുറിവുള്ളതുകൊണ്ട് അതിന്റെ ഒരു നടക്കുമ്പോ ഒരു ചെറിയ വേദനയുണ്ട്. എന്നാലും നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം അത് മാറി, ഇപ്പൊ വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഇവിടെ പാമ്പാടിയിൽ കഴിഞ്ഞ ദിവസം ഇത് മറ്റേ കാലുവേദന, സന്ധിവാതം, അവർക്ക് കാലുവേദനയും നടുവേദനയൊക്കെ ആയിട്ട് ഭയങ്കര വേദനയും നടക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അവിടുത്തെ അച്ഛനും അമ്മയ്ക്ക്, അങ്ങനെ ഞാനും ഇന്ദു മേഡം ഷൈജു സാറും എന്റെ ലൈഫ് ലൈനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് ഞങ്ങള് സാറൊക്കെ സംസാരിച്ചു, പ്രൊഡക്റ്റ് പിറ്റേ ദിവസം കൊണ്ട് കൊടുത്തു. ഇന്നലെ ഞാൻ അതൊരു കുഴപ്പം കയറി ചോദിച്ചു എന്നാ ഉണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല വ്യത്യാസമുണ്ട് മോളെ. അവർ ഒരുപാട് ക്യാപ്സൂൾ അല്ലാതെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ക്യാപ്സൂളും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. നല്ലൊരു റിസൾട്ട്. പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞത് 2 ആഴ്ച ആവുന്നേ ഉള്ളൂ. അയ്യോ മ്യൂട്ടായി പോയി സാറേ, സോറി, ഞാൻ ശ്രദ്ധിച്ചില്ലേ. സാറെ കേക്കാവോ? ഇത് തന്നെ മ്യൂട്ടായി പോയി, ഞാൻ അത് ശ്രദ്ധിച്ചില്ലേ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും സാറും ഒക്കെ പോയി ഇവിടെ പൊടിമറ്റത്ത് ഒരു സപ്ലിമെന്റ്സ് കൊടുത്ത് അവർക്ക്. ഇന്നലെ ഞാൻ അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പം നല്ല റിലീഫ് ഉണ്ടെന്ന് പറഞ്ഞു, വേദനയ്ക്ക് നല്ല ഇതാന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷം, നമ്മളത് കൊടുത്തിട്ട് ഇത്രയും നല്ല റിസൾട്ട് പെട്ടെന്ന് ഒരാഴ്ച ആയതേ ഉള്ളൂ. അന്നേരം അങ്ങനെ നല്ല റിസൾട്ട് അവരും പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളു സാറേ റിസൾട്ട് പറയാൻ. പിന്നെ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഇന്ദു മേഡം, ഷൈജു സാറ്, മനോജ് സാറ്,